നമ്മുടെ ഇന്നത്തെ തലമുറ എന്ന് പറയുന്ന കൃഷിയിൽ നിന്നൊക്കെ ഒരുപാട് അകന്ന് ജീവിക്കുന്ന ആളുകളാണല്ലേ. കൃഷി നഷ്ടമാണെന്ന് പറയുന്നവർക്കിടയിൽ കാർഷിക വൃത്തിയിലൂടെ വിജയം കൊയ്യുകയാണ് പത്തനംതിട്ട കോന്നി അപ്പചാക്കൽ സ്വദേശി സുകുമാരൻ നായർ. സ്വന്തമായി പാട്ടത്തിനെടുത്ത 5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്താണ് 74-കാരനായ ഈ കർഷകൻ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത്. കാച്ചിലും ചേനയും വാഴയും ഉൾപ്പെടെ കൃഷികളാണ് ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലുള്ളത്. 40 വർഷമായി കാർഷിക രംഗത്ത് സജീവമാണ് സുകുമാരൻ നായർ. പുലർച്ചെ 6 മുതൽ തുടങ്ങുന്ന അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ജീവിതമാർഗം. വാഴ, ചേന, കാച്ചിൽ, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, കപ്പ തുടങ്ങിയ കൃഷികളാണ് പ്രധാനമായും ചെയ്യുന്നത്. മെച്ചപ്പെട്ട കൃഷിയിലൂടെ മികച്ച വരുമാനവും ലഭിക്കുന്നു. കൃഷി വകുപ്പിന്റെ മാർഗനിർദ്ദേശത്തിലാണ് പ്രവർത്തികളെല്ലാം. 74-കാരനായ സുകുമാരൻ നായർ ജീവിതത്തിൽ നേടിയതെല്ലാം കൃഷിയിൽ നിന്നാണ്. ഏറ്റവും ലാഭകരമായത് ഇഞ്ചി മഞ്ഞളും. പക്ഷേ അന്നേരം ഇഞ്ചിക്കകത്ത് നമ്മൾ ശകലം കൂടെ സൂക്ഷ്മമായിട്ട് നോക്കിയേ പറ്റും. കാര്യം പുഴു കീടനാശിനികളുണ്ടാകുന്ന സാധനം. അതേസമയം എടുത്തെറിഞ്ഞാൽ ഈ മഞ്ഞളിന് ഒരു കീടനാശിനികളും അത് ഒന്നും ചെയ്യത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അത് ഇഞ്ചിക്കകത്തും മഞ്ഞളിനകത്തും കൃഷി ചെയ്താൽ വേറൊരു പ്രത്യേകതയുള്ള മറ്റുള്ള അസുഖങ്ങളൊന്നും അങ്ങനെ ചാടിക്കയറി ബാധിക്കത്തില്ല. അതിനകത്ത് പണിയും ഒരു പ്രത്യേക രസമാണ്. മികച്ച കർഷകനുള്ള പഞ്ചായത്തിന്റെ അവാർഡ് 2 തവണ ലഭിച്ചു. കർഷകർക്കുള്ള ക്ലാസുകൾ എടുക്കുന്നതിന് വരെ കൃഷി വകുപ്പ് ഇപ്പോൾ സുകുമാരൻ നായരെയാണ് സമീപിക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾ സ്വാശ്രയ വിപണിയിൽ നേരിട്ടെത്തിച്ച് വിൽക്കുന്നതിനാൽ മികച്ച വിലയും ലഭിക്കുന്നു. നമുക്ക് ലാഭമാണ്. നമ്മളത് അതിനൊക്കെ വിപണി കണ്ടെത്തി അവിടെ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മുടെ ബഹയാർ വിപണിയിൽ നമ്മൾ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബഹയാറ്റൊരു വിപണിയുണ്ട്. ഈ പ്രാവശ്യം ആ വിപണിയുടെ വാർഷികമായിരുന്നു. അതിനൊരു കോട അവാർഡ് കിട്ടി. അവിടെ നമുക്ക് കൊടുക്കുന്ന സാധനത്തിന് വേറൊരു വലിയ പ്രത്യേകത ഉള്ളത്, നമ്മുടെ സാധനത്തിന് ഒറിജിനൽ വില കിട്ടും. നഷ്ടത്തിന്റെ കണക്കുകൾ പറയുന്ന കർഷകർക്ക് സുകുമാരൻ നായർ മാതൃകയാണ്. മണ്ണിനെയും കൃഷിയെയും സ്നേഹിച്ചാൽ ചതിക്കില്ല എന്ന് പറയുകയാണ് സുകുമാരൻ നായർ എന്ന കർഷകൻ. ന്യൂസ് 18 പത്തനംതിട്ട.